ഗൈസ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നും ഞാനൊരു പെട്ടിപൊട്ടിക്കൽ വ്ളോഗുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമ്മുടെ തായ്ലൻഡ് പെട്ടിയാണ്. പെട്ടിയും തായ്ലൻഡിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാക്കിംഗ്, ഇത്തവണ എനിക്ക് പാക്കിംഗ് വീഡിയോ എടുക്കാൻ ഇച്ചിരി ടൈം കിട്ടിയതുപോലെയൊക്കെ പാക്കിംഗ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാക്കിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ പെട്ടി പൊട്ടിക്കുന്ന വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ പാക്കിങ്ങിൽ ഞാൻ പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ബാഗേജ് 7 kg ബാക്ക് പാക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് ഒരു പെട്ടി, പുതിയൊരു പെട്ടിയൊക്കെ മേടിച്ചിട്ട് അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. ഇത്തവണ ഹെവി ഷോപ്പിംഗ് എന്നൊന്നും പറയാനില്ല, പക്ഷേ എന്നാലും അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ആദ്യത്തെ എനിക്കൊന്നൊരു 2-3 ദിവസമൊക്കെ എനിക്ക് ഭയങ്കര അതായത് എല്ലാം കണ്ടിട്ട് എന്ത് വാങ്ങണം, എന്ത് വാങ്ങണ്ട, ഇത് വാങ്ങണോ, ഇത് വാങ്ങണ്ടേ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനായിപ്പോയി. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒന്നും നോക്കാണ്ട് വാങ്ങണമായിരുന്നു. അതും ഞാൻ ചെയ്തില്ല. അപ്പോൾ ആദ്യത്തെ എനിക്ക് തോന്നുന്നു പട്ടായയിലൊരു നൈറ്റ് മാർക്കറ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പക്ഷേ എനിക്ക് ഒന്നും വാങ്ങാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, എങ്കിൽ പോലും ഞാൻ ഒന്നും വാങ്ങിയില്ല. ഭയങ്കര ഒരു മെൻ്റൽ ബ്ലോക്ക് പോലെ വന്നായിരുന്നു എനിക്ക്. ഒന്നും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ബാങ്കോക്ക് പോയിട്ട് എന്തോ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളല്ല എനിക്ക് കിട്ടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കണ്ടില്ല എന്നൊരു തോന്നല്. ഞാൻ കുറേ വീഡിയോസും കുറേ റീൽസും ഷോർട്സും ഒക്കെ കണ്ടിട്ട് പോയതിൻ്റെ ഒരു ഇതായിരിക്കാം, അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നടന്നു. അങ്ങനെ ഒന്നും കിട്ടിയില്ല. എനിക്ക് വാങ്ങാൻ തോന്നുന്നൊന്നും വാങ്ങിയില്ല. ചിലപ്പോൾ വാങ്ങാൻ തോന്നും. അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യും. കാരണം അവിടെ റേറ്റ് കൂടുതലാണ്. തായ് ബാത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ റേറ്റ് കൂടുതലാണല്ലോ ഇന്ത്യൻ മണി. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചിന്തിക്കും, ഓക്കെ ഇത് വാങ്ങണോ, ഇത് ഇത്രയും കാശാകും, നാട്ടിൽ പോയാൽ ഇതിനും കുറഞ്ഞത് കിട്ടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ പട്ടായ ഷോപ്പിങ്ങും ബാങ്കോക്ക് ഷോപ്പിങ്ങും എൻ്റെത് ഭയങ്കര മോശം ഷോപ്പിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫുക്കറ്റിൽ പോയിട്ട് അത്യാവശ്യം, അതായത് അപ്പം എനിക്ക് ഇത് വന്നു, അതായത് ഇനി 2-3 ദിവസം കൂടെ ഉള്ളൂ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് നമ്മൾ വേറെ മാർക്കറ്റ്സും നൈറ്റ് മാർക്കറ്റൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്ത് പോയി. പിന്നെ അതല്ലാണ്ട് നമ്മൾ വേറൊരു ഷോപ്പിംഗ് സെൻറ്റർ പോയി. മോളൊന്നും കയറിയില്ല. ഫുക്കറ്റിൽ സെൻട്രൽ മോൾ എങ്ങാണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അവിടെ പോയിട്ടില്ല. ബാക്കി ഇങ്ങനെ കുറച്ച് നൈറ്റ് മാർക്കറ്റൊക്കെ കയറി അത്യാവശ്യം ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങളാണിത്. അപ്പോൾ ലാസ്റ്റ് കസാക്കിസ്ഥാനിൽ പോയിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്കും എൻ്റെ പെട്ടിയിൽ എനിക്ക് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു. പക്ഷേ ഇത്തവണ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഈ പെട്ടിയിൽ അത്യാവശ്യം സാധനങ്ങൾ, നമ്മുടെ യൂസ് ചെയ്ത ഡ്രസ്സ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റി. എന്നിട്ട് നമ്മൾ ഷോപ്പ് ചെയ്ത കുറച്ച് സാധനങ്ങൾ മാത്രം ഞാൻ ഇതിനകത്ത് വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ മാറ്റി. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഞാൻ വാങ്ങിയത് എന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കണേ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യട്ടെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫുള്ള് എംറ്റിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ, ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അലക്കണ്ടേ നമുക്ക്, അങ്ങനെ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല മണം കേട്ടോ, ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല മണം. അയ്യോ, ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നൊരു ഇത് പോയി. നമ്മൾ തായ്ലൻഡിൽ എപ്പോഴും ആൾക്കാർ പോകുമ്പോൾ ഞാൻ കണ്ട ഈ സോപ്പ് വാങ്ങുന്ന ഇതിൻ്റെ ആ മണം ഭയങ്കര മണം, ഓരോന്നിനും ഓരോ മണം. ഇത് മാംഗോസ്റ്റീൻ്റെ, ഇതിന് നല്ല അടിപൊളി മണം. അപ്പം അങ്ങനത്തെ സോപ്പ് ഞാൻ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും കൊടുക്കണമല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ഞാൻ ആർക്കും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നല്ല മണമുണ്ട്. അപ്പോൾ ഇത് 1-2 എണ്ണം ഞാൻ സെയിം വാങ്ങി. ഇങ്ങനത്തത് ഞാൻ സെയിം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിന് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് മാത്രം അവർക്ക് എല്ലാവർക്കും കൊടുക്കണം എന്നുണ്ട്. അപ്പോൾ ഇത് സോപ്സ് പല ഷേപ്പിലുണ്ട് കേട്ടോ. അത് ഈ സോപ്പിൻ്റെയൊക്കെ അടുത്തൂടി പോകുമ്പോഴത്തേക്ക് തന്നെ നല്ല സ്മെല്ലാണ്. ഏതാണോ ഫ്ലവർ, ഇപ്പോൾ ഈ ഫ്ലവർ ആണെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും, ഈ ഫ്ലവറിൻ്റെ സ്മെല്ല് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇത് വാട്ടർമെലൻ്റെ എന്താ മണം, വാട്ടർമെലൻ്റെ എന്താ മണം. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അടിപൊളിയാട്ടോ. ഇത് ഞാൻ നമുക്ക് പട്ടായയിൽ അത്യാവശ്യം ലാഭത്തിന് ഉണ്ടായിരുന്നു. അതായത് 5 പീസിന് 100 ബാത്ത് അങ്ങനെ എങ്ങാണ്ടൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് അവിടെ നിന്നല്ല വാങ്ങിയത്. അവിടെ നിന്നും വാങ്ങി, അല്ലാണ്ട് ഫുക്കറ്റിൽ വന്നിട്ട് വാങ്ങി. ഫുക്കറ്റിൽ കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്, അതായത് 4 എണ്ണം 100 ബാത്ത് അങ്ങനെയൊക്കെ. ചെറിയ വ്യത്യാസം, എന്നാലും നമ്മളിങ്ങനെ നോക്കുമ്പോൾ ലാഭത്തിന് വാങ്ങണം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത് കൂടുതലാണ്. അപ്പോൾ സോപ്പിൻ്റെ ഐറ്റംസ് അത്രയേ ഉള്ളൂ. ഇത് മാംഗോ, നല്ല പഴുത്ത മാങ്ങയുടെ മണം.
തായ്ലൻഡ് പോകുന്ന എല്ലാവരും മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ നോക്കണം കേട്ടോ. അത് കഴിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. ഇതിന് നല്ലൊരു വാനിലയുടെ അങ്ങനത്തെ ഒരു സ്മെല്ലേ ഉള്ളൂ. ആനയുടെ സ്മെല്ലല്ല കേട്ടോ, വാനിലയുടെ സ്മെല്ല്. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ ചിലതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, കുറേയൊക്കെ ഞാൻ ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ വാങ്ങിയതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ടും വാങ്ങിയത് നമ്മളുടെ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഫ്രിഡ്ജ് മാഗ്നറ്റ് കുറേ വാങ്ങി, എന്തിനാണെന്നറിയില്ല. ഇതൊക്കെ രാഹുലിൻ്റെ സെലക്ഷൻ. ഇത്തവണ ഞാൻ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫുള്ള് മെൻ്റൽ ബ്ലോക്ക് ആയ കാരണം മാഗ്നറ്റ്സ് അങ്ങനത്തെ ഒന്നും ഞാനല്ല സെലക്ട് ചെയ്തത്, എല്ലാം രാഹുലാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഒരു സെറ്റ് അങ്ങനെ മേടിച്ചതാണ്. ഇതിൽ നിന്ന് എനിക്കൊന്ന് നമ്മളുടെ ഒരു ഫ്രണ്ടിന് ജസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതും ഒരു അത് ഒരെണ്ണം. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇതൊരു ടോട്ടോയ്സിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇത് ശരിക്കും ആഷ്ട്രേ ആണ്. അവർ ആഷ്ട്രേ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ രാഹുലിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. രാഹുലിൻ്റെ സെലക്ഷനാണ് ഇതൊക്കെ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഒറിജിനലായിട്ട് വരുന്ന റിയലിസ്റ്റിക്കായിട്ട് വരുന്ന കുറച്ച് ഇതും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് രാഹുലിന് ഇഷ്ടപ്പെട്ട ഇതാ. അപ്പോൾ ഇങ്ങനെ ഇതാ വാങ്ങിയത്. നമുക്കിങ്ങനെ വെറുതെ ഷോ പീസായിട്ടൊക്കെ വയ്ക്കാം. അതേപോലത്തെ ഒരു സാധനമാണ് ഇതും ഒരു ജസ്റ്റ് ഒരു ഷോ പീസ് പോലത്തെ സാധനമാണ്. പക്ഷേ ഇതിൽ നമ്മളിങ്ങനെ തിരിച്ചാണോ? ഉണ്ടോ തവളയുടെ ഒച്ച? എനിക്ക് തോന്നിയില്ല. ഇനി മഴക്കാലം വരുമ്പോൾ ഇതെടുത്ത് വെച്ചിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ട് വരും. അപ്പോൾ ഇതും അങ്ങനെ ഒരെണ്ണം ഷോ പീസാണ്. ഇതൊക്കെ ചുമ്മാ ജസ്റ്റ് ഷോ പീസ്. അതെ, ഇവിടെ തവളയില്ല. ഇത് ക്യാൻഡില. ഇതും ഞാൻ വാങ്ങിയതാണ്. ഇത് നമ്മളുടെ ഷെൽസ് ഉണ്ടല്ലോ, ഷെൽസിനകത്ത് ക്യാൻഡിൽ വാക്സ് വെച്ചിട്ട് ക്യാൻഡിലാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് വാങ്ങിയതാണ്. ഇത് കത്തിക്കാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ യൂസ് ചെയ്യും. പിന്നെ അവിടെ മെയിനായിട്ടുള്ളതാണ് നമ്മളുടെ ഈ എന്താ പറയുക, സാമ്പ്രാണി അല്ലേ, സാമ്പ്രാണി എന്നാണോ പറയുന്നത്, സാമ്പ്രാണിക്കട്ട, നമ്മളിങ്ങനെ പുകയ്ക്കാൻ വേണ്ടി വെക്കുന്ന സാധനം. അപ്പോൾ ഇത് പല ഫ്ലേവറല്ല, ഫ്ലേവർ തന്നെ, പല സ്മെല്ല് വരുന്ന ഇതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സെറ്റ് ഓഫ് സാധനം ഞാൻ മേടിച്ചു. ഇത് ഇന്നും ഞാൻ യൂസ് ചെയ്തില്ല, എല്ലാം വീഡിയോ എടുത്തിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചേക്കാം. അപ്പോൾ ഇത് പല ടൈപ്പിൻ്റെ, അപ്പോൾ ഓരോ പല കളറിൽ പല ടൈപ്പ് സ്മെല്ല് വരുന്നത്. പിന്നെന്താണ്, പിന്നെ ദേ ഈ ഒരു സാധനം. ഇത് ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ അടിച്ചു പോയല്ലേ അവിടെ ചെന്ന് നിന്നിട്ട് ഏതെടുക്കും എന്നുള്ള. കാരണം എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്ന് പറയുന്ന പോലെ എല്ലാം അടിപൊളി സാധനങ്ങളാണ്. ഇത് നമ്മളുടെ ചിരട്ടയിൽ ഉള്ളിൽ പെയിൻറ്റ് ചെയ്തേക്കുന്ന സാധനം. ഭയങ്കര രസമാണ്. ഇതിൻ്റെ കുറേ കളർ കോമ്പിനേഷനും കുറേ വേറെ പിക്ചേഴ്സ് ഉള്ളതും ഒക്കെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങളിങ്ങനെ ഫുള്ള് കൺഫ്യൂസ്ഡ് അടിച്ചിട്ട് ലാസ്റ്റ് സെലക്ട് ചെയ്തൊരു സാധനം ഇത്. പിന്നെ ഇത് ഒരു ചെറിയൊരു മറ്റേ നോട്ട്ബുക്ക് ഋത്തുവിന് ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയത്. അക്കൂട്ടത്തിൽ ഒരെണ്ണം എക്സ്ട്രാ വന്നത് ഞാനെടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ വാങ്ങിയത് ഇങ്ങനത്തെ കുറച്ച് ബാഗ്സ് അല്ലേ, ഇതല്ലേ ഈ ബാഗ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇത് എത്രയായിരുന്നു, 5 എണ്ണം 100 ബാത്ത് അങ്ങനെ എങ്ങാണ്ടല്ലേ, 5 എണ്ണം 100 ബാത്ത് എങ്ങാണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നപ്പോൾ, ബാംഗ്ലൂർ വന്നപ്പോൾ ഒരെണ്ണം ഞാൻ അവർക്ക് കൊടുത്തു. ഇത് ഓൾമോസ്റ്റ് 50 രൂപ അല്ലേ, ഒരു ബാഗിന് 50 രൂപ ആ റേറ്റ് വരും. ചുമ്മാ നമ്മളിങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ, നമുക്ക് അവിടെ പോയിട്ട് വന്നിട്ട് എന്തെങ്കിലും ജസ്റ്റ് ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഓരോന്നും ഓരോ ഡിസൈനാണ്. ഞാനിങ്ങനെ വെറുതെ ഇഷ്ടമുള്ള ഒരു 4-5 കളർ എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ ബാഗ്. അവിടെ തായ്ലൻഡിൽ ശരിക്കും പിന്നെന്താണ് ആനയും കൂടുതലുള്ളത്.
ആനയും ടൈഗറിൻ്റെയും ഉണ്ടെന്ന് തോന്നല്ലേ, ടൈഗറിൻ്റെയും കുറേ ഉണ്ട്, ടോട്ടോയിസും കുറേ ഉണ്ട്. പക്ഷെ ആനയാണ് കൂടുതൽ. ആനയുടെ പല ടൈപ്പ് ഐറ്റംസ് എനിക്ക് ഈ ബാഗ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്യൂട്ടല്ലേ. ഇതിൻ്റെ ചെറുതുണ്ടായിരുന്നു, ഇച്ചിരി കൂടെ വലിയ ഒരു സൈസ് ഉണ്ടായിരുന്നു, ഈ ഒരു സൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വലുതും എടുക്കണ്ട ഒരുപാട് ചെറുതും എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഈ ഒരു മീഡിയം സൈസ് എടുത്തു. ഇത് പക്ഷേ അത്യാവശ്യം വില ഉണ്ടായിരുന്നല്ലേ. ഇത് നമ്മൾ എവിടെ നിന്നാണ് വാങ്ങിയത്? മറ്റേ പ്രീമിയം മോൾ, അത് അങ്ങനത്തെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ മെയിൻ പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റ് പോലെ ഒരു വലിയൊരു ഏരിയ. അവിടെ കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതായത് നമ്മളുടെ മറ്റേ മോള് പോലെ ഒന്നുമല്ല, നമ്മളുടെ വില്ല പ്രോജക്റ്റ് പോലെ ഇരിക്കും. ഓരോ വില്ല വീട് പോലെ ഇരിക്കും. ആ വീടിനുള്ളിൽ ഓരോ ബ്രാൻഡിൻ്റെ ഷോപ്സ് അങ്ങനെ. പക്ഷേ അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഒരുപാട് ഓഫറുണ്ട്, കാർഡ് ഓഫർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ അവരുടെ ഓഫേഴ്സും ഉണ്ട്. 20%, 30% അങ്ങനെയൊക്കെ ഓഫറിന് ഒത്തിരി സാധനങ്ങളുണ്ട്. പ്യൂമയുടെ ഒക്കെ എന്തായിരുന്നു? അഡിഡാസിൻ്റെ 70% ഓഫ്. ഞങ്ങൾ പോകുമ്പോൾ അവിടെ ഒന്നുമില്ല. അതായത് ആൾക്കാർ മറ്റേ ഉപേക്ഷിച്ചിട്ടേക്കുന്ന സാധനങ്ങൾ 4-5 ഷെൽഫിലിരിക്കുക. കാരണം അത്ര ഓഫറിന് സാധനം കിട്ടുമ്പോൾ ആൾക്കാർ എല്ലാം വാങ്ങിക്കൊണ്ടാണ്. ഞാൻ വിചാരിച്ചു സ്പോർട്സ് വെയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞ് കയറി നോക്കിയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഫുള്ള് മറ്റേ കട കാലിയാക്കിയിട്ടേക്കുന്ന പോലെ. പിന്നെ ബാക്കിയുള്ളത് ഈ ചെറിയ സൈസ്, അതായത് സ്മോള്, എക്സ്ട്രാ സ്മോള്, അതൊക്കെ നമുക്ക് എവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ. അപ്പോൾ ഇത് ഒരു ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തത്, ആനയുടെ ഷേപ്പിൽ. പിന്നെ അതേപോലെ ഇതൊരു എക്കോ ഫ്രണ്ട്ലി അങ്ങനത്തെ എന്തോ ഒരു ഷോപ്പായിരുന്നു, അങ്ങനത്തെ ഒരു ഷോപ്പ്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഈ ഒരു കീ ചെയിനും മേടിച്ചത്. കീ ചെയിനല്ല ഇത്, കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം നമുക്കിങ്ങനെ. പിന്നെ ബാഗിൻ്റെ സൈഡിൽ ഞാൻ ആദ്യം ഈ ബാഗിന് ഇടാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇത് ചേരത്തില്ല. ഇതും വേറൊരെണ്ണം കൂടി ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 എണ്ണം കൂടി കൺഫ്യൂഷൻ. ആന തന്നെയാണ്, അവിടെ ആനയാണ് മെയിൻ. അപ്പോൾ ഇതും എനിക്ക് മറ്റേതും ഭയങ്കര കൺഫ്യൂഷനായി. എന്നിട്ട് പിന്നെ ഞാൻ ലാസ്റ്റ് വൈറ്റ് ഒരു രസമുണ്ട്, മറ്റേത് വേറെന്തോ ഒരു കുറച്ച് മിക്സഡ് കളർ അങ്ങനെ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വൈറ്റ് കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടെന്ന് തോന്നി. അങ്ങനെ ജസ്റ്റ് വൈറ്റ് മേടിച്ചു. പിന്നെന്താണ്, ഈ സാധനം, ഇത് തായ്ലൻഡ് പോകുന്ന എല്ലാവരും വാങ്ങുന്നൊരു സാധനം. ഇത് പക്ഷെ ഭയങ്കര രസമായിട്ടാണ്. ഞാനിപ്പോൾ രാത്രി അതൊരു അഡിക്ഷൻ പോലെ ആവുമെന്നൊരു പേടി എനിക്ക്. രാത്രി ആകുമ്പോഴത്തേക്കും ഇതൊന്നിങ്ങനെ നല്ല മിൻറ്റിൻ്റെയും നല്ലൊരു സ്മെല്ല്. ഇതിങ്ങനെ ഒറ്റ വലിക്ക് തന്നെ നമ്മളുടെ 2 മൂക്കും ഇങ്ങനെ ഫുള്ളങ്ങനെ ഓപ്പൺ ആവും. നമുക്ക് നല്ലതായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിതൊരു 2-3 എണ്ണം കണ്ട് ഒരു 4 എണ്ണത്തിൻ്റെ സെറ്റ് എങ്ങാണ്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് ഞാൻ അമ്മയ്ക്കോ അങ്ങനെ ആർക്കോ കൊടുത്തു വിട്ടു എന്ന് തോന്നുന്നു നാട്ടിലോട്ട്. അപ്പോൾ ഇതെൻ്റെ ഒരെണ്ണം ഓപ്പൺ ആക്കിയതുകൊണ്ട്, ഒരെണ്ണം ഇത് പൊട്ടിക്കാത്തതുണ്ട്. ഓപ്പൺ ആക്കിയത് ഞാൻ ബെഡിൻ്റെ സൈഡിൽ വെച്ചേക്കാം. എന്നും രാത്രി ഇപ്പോൾ അത് 2 തവണ വലിച്ചിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത് അങ്ങനെ. പിന്നെ കുറച്ച് ക്ലിപ്സ് വാങ്ങിയിട്ടോ. ഇത് ഞാൻ ഫുക്കറ്റ് നൈറ്റ് മാർക്കറ്റ് അല്ലേ, എന്താ മാർക്കറ്റിൻ്റെ നാക്ക മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഫുക്കറ്റിൽ നൈറ്റ് മാർക്കറ്റ് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതും 1, 2, 3, 4, 5 എണ്ണം ഉണ്ടാവണമല്ലോ. ഒരെണ്ണം മറ്റേ ആ ഫ്ലവറിൻ്റെ ഒരു ഫ്ലവറിൻ്റെ നമ്മളുടെ മറ്റേത് ഈ ഫ്ലവർ ഉണ്ടല്ലോ, ഈ ഫ്ലവറിൻ്റെ ഒരു ക്ലിപ്പ് അത് ഞാൻ ഇടയ്ക്ക് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലിപ്പും കൂടി ചേർത്തിട്ട് 100 ബാത്ത്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒരു രസം ഇങ്ങനത്തെ ഒരു ക്ലിപ്പ്. പിന്നെ ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് എല്ലാവരുടെ തലയിലും ഇത് തന്നെയാണ് വെച്ചേക്കണം. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഇത് ഭയങ്കര സോഫ്റ്റ് നമ്മളുടെ ഫറുണ്ടല്ലോ അതിൻ്റെ സോഫ്റ്റ് സാധനം. പിന്നെ ഇതൊരെണ്ണം വലുത്. ഇതൊന്നും എൻ്റെ 4 മുടിയിൽ ഇതൊന്നും ഇരിക്കില്ല, പക്ഷേ ഇതൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിയത്. ഇതേ സാധനങ്ങൾ തന്നെ പട്ടായ മാർക്കറ്റിലുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും വാങ്ങണ്ട. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ വില ചോദിച്ചു വെച്ചു, എന്നിട്ട് തിരിച്ചിങ്ങ് വന്നു, അല്ല ഒന്നും വാങ്ങിയില്ല. അപ്പോൾ ഇത്തവണ ഫുക്കറ്റ് എത്തിയപ്പോൾ മനസ്സിലായി ഇനി അധികം ദിവസമില്ല, മാർക്കറ്റ് ഇത് വാങ്ങിയില്ലെങ്കിൽ നമുക്ക് കാര്യമൊന്നും ഇല്ലയെന്ന് മനസ്സിലായതുകൊണ്ട് ഓടി നടന്ന് ഞാൻ വാങ്ങി. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ. നമ്മളുടെ അവിടെ ഈ കൊറിയൻ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമല്ലോ, അപ്പോൾ അവർ ഇത് ഇട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട്. അവരുടെ ആ സ്ട്രെയിറ്റ് മുടിയാണല്ലോ, അതിലവരിങ്ങനെ ഇങ്ങനത്തെ ഇതൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇതൊക്കെ യൂസ് ചെയ്യുമായിരിക്കും അങ്ങനെ.
പിന്നെന്താ പിന്നെ കുറച്ച് ഇത് കോമഡി ആയിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങിയതല്ല, ഇത് നൂഡിൽസാണ്. നമ്മളുടെ മറ്റേ എന്താണ് റെഡി ടു ഇതല്ലേ, ഹോട്ട് വാട്ടർ ഒഴിച്ച് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന നൂഡിൽസ്. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ അവർ എന്നെ വിളിച്ചു, കോംപ്ലിമെൻ്ററി പോലെ തന്നതാണ്. എന്നെ വിളിച്ചിട്ട് അവർ ചോദിച്ചു നൂഡിൽസ് കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നൂഡിൽസ് കഴിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്നോട് ഇങ്ങനെ കാണിച്ചു, ദിസ് എന്ന് കാണിച്ചു. അവർക്കും ഇംഗ്ലീഷ് അറിയില്ല, പ്രോപ്പറായിട്ട് അങ്ങനെ അറിയില്ല. അപ്പോൾ അവർ ഇങ്ങനെ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, പച്ച വെജിറ്റേറിയൻ, ഇത് നോൺ വെജിറ്റേറിയൻ, ചിക്കൻ എന്നുള്ള രീതിയിൽ ഞാൻ നോൺ വെജിറ്റേറിയൻ, റെഡ് എന്ന് പറയുന്നത് നോൺ വെജിറ്റേറിയൻ ആയിരിക്കും, പച്ച വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അച്ഛനും അമ്മയും വെജിറ്റേറിയൻ, ഞാനും രാഹുൽ ഋത്തുവും നോൺ വെജിറ്റേറിയൻ കഴിക്കും. അങ്ങനെ ഇത് 2 മേടിച്ചു, ഇത് 3 മേടിച്ചു. കോംപ്ലിമെൻ്ററി ആണ്, അവർ ഓരോ പെർ ഹെഡ് തന്നതാണ്. പിന്നെയാണ് റൂമിൽ വന്നിട്ടെങ്കിൽ അത് നോക്കിയപ്പോഴാണ് ഇത് ഇവിടെ പോർക്കാണ് അതായത് രണ്ടും പോർക്കിൻ്റെ ഇതാണ്. അവരിങ്ങനെ തൊട്ട് കാണിച്ചത് പോർക്കിനെയാണ് കാണിച്ചത്, ഇത് കഴിക്കുമോ എന്ന്. ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പോൾ പിന്നെ പോർക്കായതുകൊണ്ട് ഞങ്ങൾ അന്നേരം കഴിച്ചില്ല, കാരണം അങ്ങനെ കഴിക്കാത്ത സാധനമാണല്ലോ. അതുകൊണ്ട് അവിടെ നിന്ന് കഴിച്ചില്ല. പക്ഷേ എനിക്ക് കളയാൻ തോന്നിയില്ല, അതുകൊണ്ട് ഞാനിത് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രോഡക്റ്റ്സാണ് വാങ്ങിയത്. നമ്മൾ മറ്റേ ഫുക്കറ്റിൽ അതെവിടെയാണ് മറ്റേ ആ സാധനം, ഫിഫി ഐലൻഡ്. നമ്മൾ ഫിഫി ഐലൻഡ് പോയപ്പോൾ അവർ പറഞ്ഞായിരുന്നു ബേർഡ് നെസ്റ്റ് വരുന്ന കാരണം അത് ആ ഉള്ളിലോട്ട് പോകുന്നത് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബേർഡ് നെസ്റ്റ് അവർ കൂടുതലും ബ്യൂട്ടി പ്രോഡക്ട്സിൽ യൂസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കുറേ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്തു തന്നായിരുന്നു. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഷോപ്പിൽ പോയപ്പോഴാണ് ഇത് കണ്ടത്, ബേർഡ് നെസ്റ്റ് ഫേഷ്യൽ മാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടു. അപ്പം ഫേഷ്യൽ മാസ്ക് എന്തായാലും യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ 1-2 ഫേഷ്യൽ മാസ്ക് മേടിച്ചായിരുന്നു. ഇത് ബേർഡ് നെസ്റ്റിൻ്റെ ഫേഷ്യൽ മാസ്ക്. പിന്നെ നമ്മളുടെ ഹൈഡ്രേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഇത് 2. പിന്നെ 1 ആലോജെല്ലിൻ്റെ, ആലോവേരയുടെ 1. പിന്നെ ഇതെന്താണ്, ഇത് സ്നെയിൽ. അപ്പോൾ ഇതൊന്നും നമുക്ക് ഇവിടെ ഒന്നും കാണാൻ കിട്ടില്ലല്ലോ, സ്നെയിലിൻ്റെതൊന്നും അറിയില്ല, ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു 4-5 സാധനം അങ്ങനെ ഫേഷ്യൽ മാസ്ക് എടുത്തു എന്നേ ഉള്ളൂ. പിന്നെ കുറേ ഇതുണ്ട്, ലിപ് പിഗ്മെൻറ്റ് അങ്ങനത്തെ സാധനങ്ങൾ. നമ്മളുടെ ലിപ്പ് ഓയിലുണ്ടായിരുന്നു. പിന്നെന്താണ്, എന്താ അതിൻ്റെ പേര്, ലിപ് ടിൻ്റൊക്കെ കുറേ ഉണ്ടായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ട 1-2 കളറിൽ ലിപ് ടിൻ്റ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കവിടെ ടെസ്റ്റ് ചെയ്യാൻ ചിലതൊക്കെ നമുക്കവിടെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെടുത്താലും എനിക്കറിയില്ല എത്രത്തോളം നമുക്ക് അന്നേരം എൻ്റെ സ്കിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഫുള്ള് ടാനെന്ന് വെച്ചാൽ അങ്ങേ അറ്റം ടാൻ അടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് മെനയായിട്ട് വന്നത്. അപ്പോൾ ആ ടാനിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ലിപ് ടിൻ്റൊക്കെ ട്രൈ ചെയ്തിട്ടൊന്നും വലിയ സുഖമുണ്ടല്ല. പക്ഷേ ഇഷ്ടപ്പെട്ട കളർ നോക്കി ഞാൻ വെറുതെ എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ 1-2 ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ കാണിക്കുമോടാ, ഇത് ശരിക്കും വാട്ടർ ടിൻ്റ് എന്ന് പറയും. കാത്തിഡോൾ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ, കാത്തിഡോൾ എന്ന് പറഞ്ഞിട്ട് കളർ റാസ്ബെറി ആണ്. അപ്പോൾ ഇത് വാട്ടർ ടിൻ്റാണ്. അതായത് നമ്മൾ ഇടുമ്പോൾ ശരിക്കും ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതും വാട്ടർ ടിൻ്റ് തന്നെയാണ്. ഇതിങ്ങനെ വെറുതെ വെള്ളം പോലെ ഇരിക്കും, ലിക്വിഡ് പോലെ ഇരിക്കും. എന്നിട്ട് നമ്മളിങ്ങനെ കാണുമോ, എവിടെയാണ് കാണിക്കുക, കണ്ടോ, വെള്ളം പോലെ ഇരിക്കും. ഈ വെള്ളം ഉണങ്ങുമ്പോൾ ഇത് നമ്മുടെ ലിപ്പിൽ ടിൻ്റായിട്ട് വരും. അത്രയേ ഉള്ളൂ, ജസ്റ്റ് വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അത്രയേ ഉള്ളൂ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി. പക്ഷേ സാധനം അടിപൊളിയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. തുടച്ചോട്ടെ, കണ്ട, ഇത് ഉണങ്ങുമ്പോൾ ഇങ്ങനെ ടിൻ്റായിട്ട് വരും. ഇപ്പം ഞാൻ തുടച്ച് കളഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ടിൻ്റഡായിട്ട് തന്നെ വരും. അത് ഒരു ലിപ് ടിൻ്റ്. അപ്പം ഞാൻ ലിപ് ടിൻ്റാണ് പിന്നെ വാങ്ങിയത്. ഈ പറഞ്ഞ പോലെ വാട്ടർ കൺസിസ്റ്റൻസിയിലിരിക്കും, വാട്ടർ കൺസിസ്റ്റൻസിയിലിരിക്കും. പക്ഷേ അത് നമ്മളുടെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊരു ലിപ് ടിൻ്റിൻ്റെ ആ ഷെയ്ഡ് നമുക്ക് കിട്ടും. അപ്പം ഞാനൊരു 4-5 കളേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് മാത്രം വാട്ടർ ഇതാണ്, എന്താ പറയുക, അതിനെ വാട്ടർ ടിൻ്റ് എന്ന് പറയും. ബാക്കിയെല്ലാം ലിപ്സ്റ്റിക്കും മറ്റെന്തോ ഒരു ഇത്. അപ്പം ഞാൻ ബ്രാൻഡ് അങ്ങനെ നമുക്ക് പറയത്തക്ക ബ്രാൻഡൊന്നും അല്ല, നമ്മളുടെ കോസ്മെറ്റിക്സ് ഷോപ്പിൽ നിന്ന് മേടിച്ചത് തന്നെയാണ്. അപ്പോൾ ഒരു 4-5 ഷെയ്ഡ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു 4-5 ഷെയ്ഡ് ഞാൻ മേടിച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇത് നമ്മളുടെ ലിപ്പ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. ഭയങ്കര രസം. ഇതിന് ഏതോ ഒരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റല്ല, ഫ്രൂട്ടിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ലിപ് ബാം ഒക്കെ ഉണ്ടല്ലോ, ലിപ് ബാമിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന
ഓയിലായിട്ട് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ്. കുറച്ച് നേരം ഒരുപാട് സമയമൊന്നുമില്ല, എന്നാലും ഒരു 2-3 hours നല്ല അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് രണ്ടും പുറത്തെടുക്കുകയാണ്. പിന്നെന്താ ഉള്ളത്, പിന്നെ അതേ ഒരു സാധനം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കരമായിട്ട് സൺസ്ക്രീൻ ഒന്നും അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പോയി കുറച്ച് ടാൻ അടിക്കും, അല്ലെങ്കിൽ സൺബേൺ പോലത്തെ ചെറിയ ഒരു റാഷസൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയൊരു ക്രീമായത് ആലോവേറയുടെ തന്നെ ആഫ്റ്റർ സൺ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. ഇതിടുമ്പോൾ ഭയങ്കര കൂളിംഗ് ആണ്, നമുക്ക് കൈയൊക്കെ നല്ലൊരു കൂളിങ്ങും ഭയങ്കര ഒരു സമാധാനവും നമുക്ക് കിട്ടും. പിന്നെന്താ ഉള്ളത്, പിന്നെ ഈ ഒരു ചെറിയൊരു ഇയറിങ്, നമ്മൾ ഈ ഒരു ഇയറിങ്ങേ മേടിച്ചുള്ളൂ. ചെറിയൊരു ഇയറിങ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നതേ ഒരു ഐബ്രോ പെൻസിൽ ഞാൻ മേടിച്ചു. ഒരു ബ്രൗൺ, ഡീപ്പ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഷെയ്ഡിൽ ഒരു ഐബ്രോ പെൻസിൽ. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് എങ്ങാണ്ട് വാങ്ങിയത്. എയർപോർട്ടിൽ നമുക്ക് ബാക്കി കുറച്ച് ചില്ലറ കാശൊക്കെ നമ്മളുടെ കയ്യിൽ വരുമല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്ത് തീർക്കാൻ വേണ്ടി ഇത്തവണ ഞങ്ങൾ ഭയങ്കര പ്രിപ്പയർ ആയിട്ടാണ് പോയത്. അതായത് കഴിഞ്ഞ കസാക്കിസ്ഥാനിൽ നിന്ന് വന്നപ്പോൾ കുറേ കോയിൻസ് നമ്മുടെ കയ്യിലായിപ്പോയി. അതായത് എല്ലാവരും ബാക്കി തരുന്ന ചില്ലറ പൈസ ഇങ്ങനെ കയ്യിൽ കൂട്ടി വെച്ചിട്ട് എയർപോർട്ടിൽ വന്നപ്പോൾ അവരതെടുക്കില്ല, ആ ചില്ലറ പൈസ അവരെടുക്കില്ല, അവർക്ക് നോട്ട് തന്നെ വേണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മളുടെ കയ്യിൽ തിരിച്ച് വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒത്തിരി കോയിൻസ് നമ്മുടെ കയ്യിലായി. അപ്പോൾ ഇത്തവണ നമ്മൾ അതുകൊണ്ട് തിരിച്ച് ആർക്കെങ്കിലുമൊക്കെ കാശ് കൊടുക്കുമ്പോഴും കോയിൻസ് ആയിട്ടൊക്കെ തന്നെ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ചെറിയ എമൗണ്ടൊക്കെ കയ്യിൽ ബാക്കി വന്നതിന് വാങ്ങിയ ഒരു ഇതാണിത്. അപ്പോൾ ഇതൊരു ബ്രൗൺ കളറിലൊരു ഐബ്രോ പെൻസിൽ. പിന്നെ ഇതും ഒരു ഒരു ബാം സ്റ്റിക്ക്, പേസ്റ്റൽ ബ്രാൻഡ് ബാം സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മളുടെ മറ്റേ പെർഫ്യൂം പോലത്തെ അങ്ങനത്തെ ഒരു സാധനം, ജസ്റ്റ് ഇങ്ങനെ ആക്കുന്ന ഒരു പെർഫ്യൂം പോലത്തെ ഒരു സാധനം, അതും മേടിച്ചു. പിന്നെന്താ മേടിച്ചാൽ പിന്നെ ഒരു സാധനം മേടിച്ചത് ഇത് ഞാൻ പൊട്ടിക്കുന്ന ഒരു വീഡിയോ എടുക്കാം കേട്ടോ. അതായത് ഇത് നമ്മളുടെ ഡ്യൂറിയനെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ആ സ്മെല്ലറിയാം. ഡ്യൂറിയൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് പോകുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ലും എന്തോ പോലെയാണ്. അപ്പം അവിടെ നിന്ന് കഴിച്ചിട്ട് എന്തായാലും നമുക്ക് ഹോട്ടലിലോ അല്ലെങ്കിൽ എയർപോർട്ടിലോ ഒന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡ്രൈ സാധനം കണ്ടപ്പോൾ വാങ്ങി വെച്ചു എന്നേ ഉള്ളൂ. അത് സെയിം ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഒന്നും അറിയില്ല. എന്തായാലും ഡ്രൈഡാണ്, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ഒരെണ്ണം മേടിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇത് ഫോട്ടോ, നല്ല ഫോട്ടോ ആയിരുന്നു കേട്ടോ. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയിരുന്നെങ്കിൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഡ്രസ്സൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ സൺ ടാൻ അടിക്കാതിരിക്കാൻ വേണ്ടി ഫുള്ള് കവേർഡായിട്ട് അങ്ങനെയൊക്കെ പോയതാണ്. പക്ഷേ ആ പുള്ളിക്കാരത്തി അടിപൊളിയായിട്ട് ആ ഫോട്ടോ എടുത്തപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ മേടിച്ചു. പിന്നെ ഞങ്ങളുടെ ലാസ്റ്റ് പർച്ചേസ് എന്ന് പറയുന്നത് എൻ്റെ അമ്മേ ദേ ഈ ഒരു ഐറ്റം. ആനക്കൊമ്പ് അവിടെ, ആനക്കൊമ്പ് ജസ്റ്റ് ഒരു ആനക്കൊമ്പൊക്കെ ഉണ്ട്, അത് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മിക്കവാറും ഈ സോഫയുടെ ബാക്കിൽ തന്നെ വരുമായിരിക്കും അല്ലേ. സോഫയുടെ ബാക്കിൽ വെക്കാനുള്ള പ്ലാനിലാണ് ഞങ്ങളിത് മേടിച്ചത്. അപ്പോൾ ഇതും ഞങ്ങൾ നാക്ക മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ ബാഗിലോ ക്യാരി ബാഗിലോ ഈ പെട്ടിയിലോ ഒന്നും കൊള്ളുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യാരി ബാഗിൽ തന്നെയാണ് ഇത് കൊണ്ടുവന്നത്. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവരിങ്ങനെ അലോ ചെയ്യുമോ എന്നുള്ളത്. അപ്പം ഇതാണ് സംഭവം. ഇത് മിക്കവാറും ഈ സോഫയുടെ ബാക്ക് സൈഡിൽ തന്നെ വരും. ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് അയ്യോ ഇത്രേ ഉള്ളൂ, ഇതല്ലല്ലോ ഇനിയും ഉണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഡ്രസ്സൊക്കെ വാങ്ങിയത് കാണിച്ചില്ല. കുറേ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഈ ടീഷർട്ടും ആ പ്രീമിയം ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ ഈ സംഭവം ഇതൊരു നമ്മളുടെ കോഡ് സെറ്റ് പോലത്തെ വരുന്ന ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സിൽക്കി സോഫ്റ്റ് ആയിട്ടുള്ളൊരു സാധനം, ഭയങ്കര ഒരു ലുക്കുള്ള സാധനം. ഇത് 590 ബാത്തായിരുന്നു അല്ലേ. ടോപ്പിന് 590, 290 ബാത്തായിരുന്നു. ടോപ്പിനും 290, ഇതിനും 290 ബാത്ത്. ഇത് നമ്മളുടെ മറ്റേ ഗ്രാൻഡ് പാലസ് അല്ലേ, അവിടെ ഗ്രാൻഡ് പാലസിലാണെന്ന് തോന്നുന്നു. അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു, ഈ മറ്റേ ക്വീൻ സിർക്കിത്ത് മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് മ്യൂസിയം. അവിടെ നമുക്ക് വേറെ ഒന്നും നമുക്ക് അടുക്കാൻ പറ്റാത്ത വിലയാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു ഡോളിലിട്ട് വെച്ചിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. പക്ഷേ എനിക്ക് തോന്നി നല്ല വിലയായിരിക്കും എന്നൊക്കെ തോന്നിയിട്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല. കുറച്ചിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് ഇതിങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ട് 290 ഇട്ടേക്കുന്നത്. അപ്പം തന്നെ ഞാൻ ചാടി വീണതായിരുന്നു. എന്നിട്ട് ഞാനും ഋത്തുവും സെയിം ഇതിൻ്റെ കുഞ്ഞ് സൈസ് ഋത്തുവിനും മേടിച്ചു, ഇത് എനിക്കും മേടിച്ചു. ഇത് ഒരെണ്ണം ഉണ്ട്. പിന്നെ ഇത് ഒരു
പാൻസ്, ഇങ്ങനത്തെ പാൻസ് അവിടെ ഇഷ്ടം പോലെ കിട്ടും. ഇങ്ങനത്തെ പാൻസ് ഇതിൻ്റെ വൈറ്റ് പല കളറിലുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്രീൻ വാങ്ങണം എന്ന് തോന്നിയിട്ട് ഇത് നല്ല കോട്ടൻ്റെ നല്ല പാൻസ്, നമുക്ക് ചൂടത്ത് ഇടാനൊക്കെ ഭയങ്കര സുഖമാണ്. പിന്നെ ഇതൊരു ടോപ്പ് നമ്മളുടെ എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈറ്റ് കളർ ഒരു നമ്മളുടെ തണുപ്പത്തൊക്കെ ഇടുന്ന സ്വെറ്റ് ഷർട്ട് പോലത്തെ ഒരു ചെറിയ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഇട്ടിട്ട് നശിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതേ ഒരു കളറിൽ തന്നെ മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് ഈ ഒരു ടീഷർട്ടും ഇതൊക്കെ ഭയങ്കര സോഫ്റ്റാണ്. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാരണമാണ് ഞാൻ വാങ്ങിയത്. അല്ലെങ്കിൽ ഇതങ്ങനെ നമുക്കങ്ങനെ എത്ര ഇതൊന്നും വാങ്ങണം മസ്റ്റായിട്ടും വാങ്ങിയിട്ട് വരണം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി കാരണം വാങ്ങിയതാണ്. പിന്നെ ഇത് 1-2 ഷോർട്ട്സ് ഇതങ്ങനെ മേടിച്ചു. പിന്നെ രാഹുലിനൊക്കെ ഒത്തിരി ടീഷർട്ട് മേടിച്ചായിരുന്നു കേട്ടോ. എല്ലാം വീഡിയോ എടുക്കാൻ ലേറ്റ് ആയതുകൊണ്ട് രാഹുൽ എല്ലാം യൂസ് ചെയ്തു. ഞാനിങ്ങനെ യൂസ് ചെയ്യാതെ സൂക്ഷിച്ചൊക്കെ വയ്ക്കും. ഇത് ഞങ്ങൾ അവിടെ പോയപ്പോൾ 1-2 ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും നമുക്ക്, അങ്ങനെ ചുമ്മാ സ്റ്റാമ്പ് ചെയ്ത് വെച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ തായ്ലൻഡ് പെട്ടി പൊട്ടിക്കൽ വ്ളോഗ്. ആക്ച്വലി പെട്ടി ഓൾറെഡി പൊട്ടിച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ അവിടെ നിന്ന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് വെച്ചുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനി നമ്മളുടെ തായ്ലൻഡിലെ വീഡിയോസൊക്കെ വരുന്നുണ്ട്, നമ്മളുടെ വ്ളോഗ് വരുന്നുണ്ട്. ഇത്തവണ ഞങ്ങൾ പോയത് രാഹുലിൻ്റെ അച്ഛനും അമ്മയും രാഹുലിൻ്റെ പെങ്ങളുടെ മോളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. വീഡിയോസ് ഇനി വരുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.